बिहारी जय राधा माधवा कुंज बिहारी जय गोपी जन वल्लभा गिरिवरधारी जय गोपी जन वल्लभा गिरिवरधारी यशोदानंदन व्रज जन रंजन यशोदानंदन व्रज जन रंजन यमुनती यमुनतीराव चारी यमुनतीरावनचारी जय राधा माधवा कुंज बिहारी जय राधा माधवा कुंज बिहारी हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे जय राधा माधव राधा माधव राधे जय जगन्नाथ जय जगन्नाथ जय बलदेवा जय सुभद्रा माया जय राधा नील माधव राधे जय कृष्ण बलराम जय कृष्ण बलराम जय कृष्ण बलराम जय कृष्ण बलराम जय गौरनिताय 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 जय गौरनिताय जय जय प्रभुपाद 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 जय जय प्रभुपाद जय जय गुरुदेव गुरुदेव जय जय गुरुदेव निताय गौर हरि बोल हरि बोल निताय गौर हरि बोल जय श्री श्री राधा माधव की जय जय श्री जगन्नाथ बलदेव सुभद्रा महारानी की जय श्री श्री गौर निताय की जय निताय गौर प्रेमानंदे ഹരേ കൃഷ്ണ എല്ലാ ഭക്തജനങ്ങൾക്കും ഈ നിത്യം ഭാഗവത സേവയ സത്സംഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് ശ്രീമദ് ഭാഗവതം 1, 1, 17, 18 ശ്ലോകങ്ങളാണ് നമ്മൾ നോക്കാനിരിക്കുന്നത്. എല്ലാവരുടെയും അനുഗ്രഹം വേണം. അപ്പൊ അതിലേക്കായി നമുക്ക് ശ്ലോകത്തിലേക്ക് പോകാം. ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയം മുദരയേത് നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാം ഭഗവതീരുത്തമ ശ്ലോകേ ഭക്തി ഭവതി നൈഷ്ഠികേ മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാദമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരേ കൃഷ്ണ. ഇന്നത്തെ ശ്ലോകം വരുന്നത് 1, 1, 17, 18
ശ്രീമദ് ഭാഗവതം 1:1-17. ക്വസ്റ്റ്യൻ ബൈ ദ സേജസ് എന്നുള്ളതാണ് അധ്യായത്തിന്റെ പേര്. തസ്യ കർമാണി ഉദാരണി പരിഗീതാനി ശൂരഭി പദീഗീതാനി സൂരഭി ബ്രൂഹീണ ശ്രദ്ധാനാനാം ലീലയാ ദദദ കല തസ്യ കർമാണി ഉദാരണി പരിഗീതാനി സൂരഭി ബ്രൂഹീണ ശ്രദ്ധാനാനാം ലീലയാ ദദദ കല. എന്റെ വിവർത്തനം വരുന്നത്, ഹരേ കൃഷ്ണ മാതാജി ആരെങ്കിലും വായിക്കാവോ എന്റെ വിവർത്തനം മലയാളം? പ്രഭു ഞാൻ വായിക്കാം. ഹരേ കൃഷ്ണ. ഭഗവാന്റെ പ്രൗഢി ഏറിയതും ഔദാര്യപൂർവവുമായ അത്ഭുത കർമ്മങ്ങളൊക്കെ നാരദനെ പോലെയുള്ള ശ്രേഷ്ഠ ജ്ഞാനികളായ ഋഷിവര്യന്മാർ ആലപിക്കുന്നു. നിരവധി വിഭിന്ന അവതാരങ്ങളിൽ ഭഗവാൻ നിർവഹിച്ച വിരസാഹസ കൃത്യങ്ങൾ, വീരസാഹസ കൃത്യങ്ങളെ ശ്രവിക്കാൻ വ്യഗ്രരായിരിക്കുന്ന ഞങ്ങൾക്ക് ദയവായി അവയൊക്കെ വർണ്ണിച്ചു തന്നാലും. ഭാവാർത്ഥം: ആത്മജ്ഞാനികളായ ചിലർ അഭിപ്രായപ്പെടുന്നത് പോലെ ഒരു കാലത്തും ഭഗവാൻ നിഷ്ക്രിയൻ അഥവാ അലസനല്ല. ഭഗവാന്റെ പ്രവൃത്തികൾ എല്ലാം പ്രൗഢിയേറിയതും ഉദാരവുമാണ്. ഭൗതികവും ആത്മീയവുമായ അദ്ദേഹത്തിന്റെ സർവ സൃഷ്ടികളും സർവാതിശയകരവും സർവ വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുന്നവയുമാണ്. മുക്താത്മാക്കളായ ശ്രീ നാരദൻ, വ്യാസൻ, വാൽമീകി, അസിതൻ, മാധവൻ, ശ്രീ ചൈതന്യൻ, രാമാനുജൻ, വിഷ്ണുസ്വാമി, നിംബർഖൻ, ശ്രീധരൻ, നാഥൻ, ബലദേവൻ, ഭക്തി വിനോദ സിദ്ധാന്ത സരസ്വതി തുടങ്ങിയവരും മറ്റനേകം വിദ്വാൻമാരും മോക്ഷാത്മാക്കളും അവയൊക്കെ നന്നായി വർണ്ണിച്ചിട്ടുണ്ട്. ആത്മീയവും ഭൗതികവുമായ ഈ സൃഷ്ടികളൊക്കെ സമ്പത്ത്, സൗന്ദര്യം, വിജ്ഞാനം എന്നിവയാൽ പൂർണ്ണമാണ്. എന്നാൽ ജ്ഞാനം, പരമാനന്ദം, സനാതനത്വം എന്നിവയിൽ പരിപൂർണമാകയാൽ ആത്മീയ രാജ്യം അതീവ പ്രൗഢിയുള്ളതാകുന്നു. അവ ചലച്ചിത്രങ്ങളെ പോലെ ആത്മീയ രാജ്യത്തിന്റെ വൈകൃത പ്രതിച്ഛായകളായി അല്പസമയത്തിലേക്ക് കാണപ്പെടുന്നു. ഭൗതിക സൃഷ്ടികളെ ഇഷ്ടപ്പെടുന്ന, തെറ്റായ വസ്തുക്കളിൽ ആകൃഷ്ടരാകുന്ന, മനോബലം കുറഞ്ഞ അല്പജ്ഞാനികളായ ജനങ്ങളെ അവ മോഹിതരാക്കുന്നു. യഥാർത്ഥ്യത്തെ സംബന്ധിച്ച് യാതൊരു അറിവുമില്ലാത്ത അത്തരം മൂഢജനങ്ങൾ മിഥ്യയായ ഭൗതിക ആവിഷ്കാരങ്ങളെ എല്ലാമായി കരുതി സ്വീകരിച്ച് അംഗീകരിക്കുന്നു. എന്നാൽ വ്യാസനെയും നാരദനെയും പോലുള്ള ഋഷിമാരാൽ നൽകപ്പെട്ടിരിക്കുന്ന ഉന്നത വിഭാഗികൾ ഭഗവാന്റെ ശാശ്വത രാജ്യം അത്യാനന്ദവും അതിസംതൃപ്തിയും ഉള്ളവയാണെന്നും വിശാലവും നിത്യമായ പരമാനന്ദത്താലും ശാശ്വതമായ ജ്ഞാനത്താലും പരിപൂർണമാണെന്നും അറിയുന്നു. ഭഗവാന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചോ അതീന്ദ്രിയ ധാമത്തെക്കുറിച്ചോ അജ്ഞനായവർക്ക് ഭഗവത് ധാമത്തിൽ അദ്ദേഹത്തിന്റെ സാമീപ്യത്താൽ ലഭിക്കുന്ന അതേ നിത്യാനന്ദത്തെ തന്റെ അവതാര ലീലകൾ മുഖേന ചിലപ്പോഴൊക്കെ ഭഗവാൻ നൽകി അനുഗ്രഹിക്കുന്നു. അത്തരം ലീലകളുടെ ഭൗതിക ലോകത്തെ ബദ്ധാത്മാക്കളെ അദ്ദേഹം ആകർഷിക്കുന്നു. അത്തരം ബദ്ധാത്മാക്കളിൽ ചിലർ ഭൗതിക ഇന്ദ്രിയങ്ങളുടെ മിഥ്യാസ്വാദനത്തിലും മറ്റു ചിലർ ആത്മീയ ലോകത്തിൽ ലഭ്യമായ നിത്യജീവിതത്തെ നിരാകരിക്കുന്നതിലും മുഴുകിയിരിക്കുന്നു. ഇങ്ങനെയുള്ള ബുദ്ധി കുറഞ്ഞ വ്യക്തികളെയാണ് കർമ്മികൾ അഥവാ ഫലോദിഷ്ട പ്രവർത്തകരെന്നും ജ്ഞാനികൾ അഥവാ വിരസ മാനസിക അനുമാനങ്ങൾ എന്നും വിശേഷിപ്പിക്കുന്നത്. ഉന്മത്തങ്ങളായ ഭൗതിക പ്രവർത്തനങ്ങളിലോ
ഊഹാപോഹങ്ങളിലോ ഏർപ്പെടാത്ത അതീന്ദ്രിയരായ സാത്വത അല്ലെങ്കിൽ ഭക്തർ എന്നറിയപ്പെടുന്നവർ മേൽപ്പറഞ്ഞ 2 വിഭാഗം മനുഷ്യർക്കും മുകളിൽ വർദ്ധിക്കുന്നവരാണ്. ഒരു ഭക്തൻ നിയതമായ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നത് കാരണം അവന് കർമ്മികൾക്കും ജ്ഞാനികൾക്കും ലഭിക്കാത്ത അത്യുന്നതമായ ആത്മീയ ലാഭം കൈവരുന്നു. ഭൗതികവും ആത്മീയവുമായ ലോകങ്ങളുടെ പരമനിയന്താവാകയാൽ ഭഗവാന് അസംഖ്യം വിഭാഗങ്ങളിലായി വ്യത്യസ്തങ്ങളായ നിരവധി അവതാരങ്ങളുണ്ട്. ബ്രഹ്മൻ, രുദ്രൻ, മനു, പൃഥ്വി, വ്യാസൻ തുടങ്ങിയ അവതാരങ്ങൾ ഭഗവാന്റെ ഭൗതിക ഗുണപരമായ അവതാരങ്ങളാകുന്നു. എന്നാൽ രാമൻ, നരസിംഹം, വരാഹം, വാമനൻ മുതലായ അവതാരങ്ങൾ ഭഗവാന്റെ അതീന്ദ്രിയ അവതാരമാകുന്നു. സർവ അവതാരങ്ങളുടെയും പ്രഭാകേന്ദ്രം ശ്രീകൃഷ്ണ ഭഗവാനാകയാൽ ശ്രീകൃഷ്ണ ഭഗവാൻ സർവ കാരണങ്ങളുടെയും പരമകാരണമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇനി അടുത്ത ശ്ലോകം കൂടെ വായിച്ചാൽ അത് ചെറിയ പർപ്പോട്ടാണ്, അതും കൂടെ വായിച്ചിട്ട് വിൽ ഗോ ഫോർ ദ ക്ലാസ്സസ്. അദാക്യാഹി ഹരേ ധീമം അദാക്യാഹി ഹരേ ധീമം അവതാര കഥാ ശുഭ അവതാര കഥാ ശുഭ ലീല വിദധ ശരീരം ലീല ധീര വിദധ സ്വൈരം ലീല വിദധഃ സ്വൈരം ഈശ്വരസ്യ ആത്മമായയാ ഈശ്വരസ്യ ആത്മമായയാ അദാക്യാഹി ഹരേ ധീമം അവതാര കഥാ ശുഭാ ലീല വിദധഃ സ്വൈരം ഈശ്വരസ്യ ആത്മമായയാ ഈശ്വരസ്യ ആത്മമായയാ അദാക്യാഹി ഹരേ ധീമം അവതാര കഥാ ശുഭാ ലീലാ വിദധഃ സ്വൈരം ഈശ്വരസ്യ ആത്മമായയാ. മതജി ഇതും കൂടെ ഒന്ന് വായിക്കാവോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അല്ലയോ സുത ഗോസ്വാമി, പരമപുരുഷനായ ഭഗവാന്റെ ബഹുവിധങ്ങളായ അവതാരങ്ങളുടെ അതീന്ദ്രിയ ലീലകളെ കുറിച്ച് അഥവാ വീരകൃത്യങ്ങളെ കുറിച്ച് ദയവായി ഞങ്ങൾക്ക് വർണ്ണിച്ചു തന്നാലും. പരമനിയന്താവായ ഭഗവാന്റെ അവർണ്ണമുള്ള മംഗളകരമായ വീരസാഹസ്യ കൃത്യങ്ങളും ലീലകളും ഭഗവാന്റെ ആന്തരിക ശക്തികളാണ് നിർവഹിക്കപ്പെടുന്നത്. ആന്തരിക ശക്തികളാലാണ് നിർവഹിക്കപ്പെടുന്നത്. ഭാവാർത്ഥം: ഭൗതിക ലോകങ്ങളുടെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്കായി പരമപുരുഷനായ പരമദിവ്യോത്തമ പുരുഷൻ സ്വയം അനേകം സഹസ്ര അവതാരങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. മാത്രമല്ല, ആ അതീന്ദ്രിയ രൂപങ്ങളിൽ പ്രദർശിപ്പിച്ച സവിശേഷ വീരസാഹസ്യ കൃത്യങ്ങളെല്ലാം ശുഭകരങ്ങളായിരുന്നു. അപ്രകാരമുള്ള അതീന്ദ്രിയ കർമ്മങ്ങൾ അവതരിപ്പിച്ചപ്പോൾ സന്നിഹിതരായിരിക്കുന്നവർക്കും ആ അതീന്ദ്രിയ കർമ്മ കഥകൾ ശ്രവിക്കുന്നവർക്കും നന്മയുണ്ടായി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ ശ്രീരൂപം സാഗരജാതം സഗുണ രഘുനാഥാനിതം ത്വം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം कृष्ण चैतन्य देवं श्री राधा कृष्ण पादान सगन ललिता श्री विशाखानितांश. हे कृष्णा करुणा सिंधु दीनबंधु जगत्पते गोपेश गोपिकांत राधा गोविंद नमोस्तुते. तप्तकांचन गौरांगी राधे वृंदावनेश्वरी वृषभानु सिंधुदेवी प्रणमामि हरिप्रिये. वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. नमो विष्णुपदाय कृष्णपृष्ठाय बुधले श्रीमते भक्तिवेदान्त स्वामिन् इति नामिने. नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशधारिणे. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौर भक्त वृंद. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. ശ്രീമദ് ഭാഗവതം की जय. സോ ഇതിനെ എല്ലാവരുടെയും അനുഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടി ഞാൻ എന്നാൽ കഴിയുന്ന വിധം ഇതിനെ ചർച്ച ചെയ്യാൻ ശ്രമിക്കാം. ഹരേ കൃഷ്ണ. ഈ ശ്ലോകങ്ങള് വരുന്നത് നമ്മളുടെ സൂത ഗോസ്വാമിയുടെ ഋഷീശ്വരന്മാർ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഈ ഒരു അധ്യായം പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ?
His transcendental acts are magnificent and gracious, and great sages like Narada sing of them. Please therefore speak to us who are eager to hear about the adventures he performed in his various incarnations. അപ്പോ ഇവിടെ ആ മുനീശ്വരന്മാർ അല്ലെങ്കിൽ ഋഷികൾ സൂതഗോസ്വാമിയോട് റിക്വസ്റ്റ് ചെയ്യുന്നു, ഞങ്ങൾ ഈ അതീന്ദ്രിയമായ ഭഗവാന്റെ ലീലകളെ കുറിച്ചും അദ്ദേഹത്തിന്റെ പ്രകീർത്തികളെ കുറിച്ചും അറിയുവാൻ താല്പര്യപ്പെടുന്നു. ദയവായി ഞങ്ങളോട് വിവരിച്ച് തന്നാലും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വിവരിച്ച് തന്നാലും എന്നുള്ളതാണ് ഇതിനകത്തുള്ളൊരു ബ്യൂട്ടിഫുൾ. അപ്പോ ഇതിനകത്ത് ഫസ്റ്റ് ലൈനിൽ തന്നെ ഒരു പ്രഭാത ഈ 17ാമത്തെ ഭാവാർത്ഥത്തിൽ ഒരു വരി പറയുന്നുണ്ട്. സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഈസ് നെവർ ഇനാക്റ്റീവ് ആസ് സം ലെസ് ഇന്റലിജന്റ് പീപ്പിൾ സജസ്റ്റ്. അതായത് ഭഗവാൻ ഒരിക്കലും എന്താ പറയാ മടിയനായിരുന്നില്ല, ഇനാക്റ്റീവ് ആയിരുന്നില്ല. സാധാരണ ആൾക്കാർ പറയുന്ന പോലെ ദൈവത്തിന് ഒന്നും അറിയത്തില്ല, ദൈവം ഇതെല്ലാം കണ്ട് കണ്ണടച്ചിരിക്കുന്നു, ഇവിടെ ഇത്രയും ദുഃഖങ്ങൾ നടക്കുന്നു, ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നു, അദ്ദേഹത്തിന് ശക്തി ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം വന്നുകൂടാ എന്നൊക്കെ പല ലെസ് ഇന്റലിജന്റ് പീപ്പിൾ സജസ്റ്റ്. അപ്പൊ അദ്ദേഹം അതിന്റെ അടുത്ത ലൈനിൽ പറയുന്നു, ഹിസ് വർക്ക്സ് ആർ മാഗ്നിഫിഷ്യൻ ആൻഡ് മാഗ്നാനിമസ്. പ്രൗഢിയേറിയതും ആശ്ചര്യകരവുമായ കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോ നമ്മൾ ഇവിടെ നോക്കേണ്ടത് അവര് ഏത് വിധത്തിലാണ് ഈ പറഞ്ഞ സൂതഗോസ്വാമിയോട് ഈ പറഞ്ഞ ഭഗവാന്റെ അതീന്ദ്രിയ ലീലകളെ വർണ്ണിക്കാൻ ശ്രമിക്കുന്നത്, ഇല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടത്, ഇല്ല അപേക്ഷിച്ചത് എന്നുള്ളത് വളരെ പ്രസക്തമാണ്. നമ്മളും ഈ ഒരു കാര്യം എത്ര ഉത്സുകരായിരിക്കുന്നു എന്ന് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു, അല്ലെ? ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്കെന്താണ് ഉത്സാഹം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നമ്മൾ പലപ്പോഴും അതിൽ വിമുഖത അല്ലെങ്കിൽ ഒരു ആലസ്യം കാണിക്കാറുണ്ട്. പക്ഷെ അത് അങ്ങനെയല്ല എന്ന സത്യം നമ്മൾ ഈ പറഞ്ഞ ശ്ലോകത്തിലൂടെ മനസ്സിലാക്കാൻ. കാരണം ഇതിൽ അദ്ദേഹം പറയുന്നു, ഈ കാര്യങ്ങളെല്ലാം അംഗീകരിച്ചതാണ് ഋഷിമാരായ നാരദൻ, ദേവലൻ, അസിലൻ, വ്യാസൻ, ബലദേവ, ഭക്തി വിനോദ, ഭക്തി സിദ്ധാന്ത എന്നിവരെല്ലാം ഇതിനെയെല്ലാം പ്രകീർത്തിച്ചിരിക്കുകയാണ്. പക്ഷെ നമുക്കതിനോട് രുചി വരുന്നില്ല. കാരണം നമ്മൾ ഈ പറഞ്ഞ ത്രിഗുണങ്ങളാൽ മൂടപ്പെട്ട ഈ പറഞ്ഞ കാമക്രോധ ലോപ മതമാശ്ചര്യങ്ങളാൽ നമ്മൾ പൂർണ്ണമായിട്ടും മോഹിച്ചിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ അതീന്ദ്രിയമായ ഈ ഭഗവാന്റെ വർണ്ണനകളിലും കഥകളിലും ലീലകളിലും നമുക്ക് ആസ്വാദനം എടുക്കാൻ സാധിക്കാത്തത്. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും അതിന്റെ യഥാർത്ഥമായ രുചി അനുഭവിക്കാൻ സാധിക്കാത്തത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഈ ഒരു കാര്യം മനസ്സിലാക്കണം. ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് സാധാരണപ്പെട്ട ഒരു വ്യക്തികളല്ല. ഈ മേളിൽ പറഞ്ഞ കുറെ ഋഷിമാരുടെ ഇല്ല ഭക്തന്മാരുടെ നാമങ്ങളെല്ലാവരും അവര് ലോകമെമ്പാടും ഭഗവാനെ പ്രകീർത്തിച്ച് 24 മണിക്കൂറും അവർ ഭഗവാനിൽ സദാ മുഴുകിയിരിക്കുന്ന ഭക്തന്മാരായിരുന്നു ഇവരെല്ലാം. അവരുടെ ആജ്ഞകളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മളോട് ഈ പറഞ്ഞ പ്രഭുപാദർ തന്നിരിക്കുന്നത്. അതിനെ നമ്മൾ എത്രത്തോളം നമ്മളെ ഇതിലേക്കായി പാകപ്പെടുത്തുന്നു എന്നുള്ളതാണ് വിഷയം. നമ്മൾ എത്രത്തോളം അതിലോട്ട് താല്പര്യം കാണിക്കുന്നു എന്നുള്ളതാണ് വിഷയം. നമ്മൾ പലപ്പോഴും അവിടെയും എവിടെയും നോക്കി നമ്മൾ ഇതിനകത്ത് പിന്നോട്ട് പോകാറുണ്ട്. അപ്പുറം ഇല്ലെങ്കിൽ ഇപ്പുറം ആലോചിച്ചിട്ട് പിന്നോട്ട് പോകും. പക്ഷെ ഒരിക്കലും അത് ചെയ്യരുത്. കാരണം നമുക്ക് മുന്നേ നിൽക്കുന്നത് ഏറ്റവും വലിയ ഉത്തമമായ ഭഗവാന്റെ ഭക്തിയുക്ത സേവന പരമ്പരയാണുള്ളത്. ആ പരമ്പരയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ ഒരു വിമുഖതയെ കാണിക്കാതെ നമ്മളുടെ ശക്തിക്ക് എന്താണോ പറ്റുന്നത് അത് നമ്മൾ വൃത്തിയായിട്ട് ചെയ്യണം. അതിന് നമ്മളെ പാകപ്പെടുത്തണം. ഈ ശ്രീമദ് ഭാഗവതം പരീക്ഷിത് മഹാരാജാവിന് ഉപദേശിച്ചത് 7 ദിവസങ്ങൾക്കാണ്. ആ 7 ദിവസം ശ്രവണം ചെയ്തതിലൂടെ അദ്ദേഹം തിരിച്ചുപോയി, ഭഗവാനിലേക്ക് തിരിച്ചുപോയി. നമ്മളിപ്പോ എത്രയോ കാലങ്ങളായിട്ട് ഇവിടെ ഭാഗവത ശ്രവണം, സപ്താഹം എല്ലാ സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. എത്ര പേര് നമ്മൾ ഭക്തിയെ നമ്മളുടെ ജീവിത മാർഗമാക്കി മാറ്റി എന്നുള്ളത് വലിയ ചോദ്യം തന്നെയാണ്, അല്ലെ? വളരെ കുറവാണ്. വളരെ വിരളമായ ആൾക്കാരാണ് ഇതിലോട്ട് ആകർഷണമാകുന്നത്. കാരണം എന്തെന്നറിയാമോ? ഈ പറയുന്ന ഈ സപ്താഹം ഈ പറഞ്ഞ പ്രോസസ് ചെയ്യുന്നവരും അതിൽ താല്പര്യം
ഈ പറഞ്ഞ പോലെ ഭക്തിയെക്കാട്ടിലും ബാക്കിയുള്ള ദ്രവ്യങ്ങൾക്ക്, അതിലാണ് ഇവിടെ പറഞ്ഞത് ആ ക്രിയേഷനകത്ത് മെറ്റീരിയലി ഇന്റലിജൻസിൽ വരുന്നവര് കുറെ ഈ പറഞ്ഞ ഭഗവാന്റെ ആശ്ചര്യകരമായ ലീലകളുടെ പല ഭൗതിക കാര്യങ്ങളിൽ താല്പര്യപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ ഭൗതിക കാര്യങ്ങളിൽ ആകൃഷ്ടരായി പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ ഒരു എന്താ പറയുക, ആ പ്യുവർ നോളജ് അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റാത്തത്. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഭക്തിയില് ഒരു തരത്തിലുള്ള സ്വാർത്ഥ ലാഭങ്ങളോ സ്വാർത്ഥ മോഹങ്ങളോ വയ്ക്കരുത് എന്ന് ശ്രീമദ് ഭാഗവതത്തിൽ വളരെ ഭംഗിയായിട്ട് പറയുന്നു. അതായത് സവൈ പുംസാം പരോധർമ്മ യഥോ ഭക്തി അധോക്ഷജ അഹൈതുകി അപ്രതിഹത എന്നുള്ള ശ്ലോകത്തിൽ പറയുന്നത് ഈ കാര്യം. ഒരു തരത്തിലുള്ള ലാഭേച്ഛയും കൂടാതെ, ഒരു തരത്തിലുള്ള സ്വാർത്ഥതയും കൂടാതെ, ഒരു തരത്തിലുള്ള ഭൗതിക എന്താ പറയാ പദവികളും ആഗ്രഹിക്കാതെ വേണം നമ്മൾ ഭക്തിപൂജ സേവനം നിർവഹിക്കാൻ. നമ്മൾ ഓരോരുത്തരെയും ഇത് ഓർമ്മിപ്പിക്കുന്നതാണ്. ഞാനും ഇതിനകത്തുള്ള ആളാണ്, ഞാനും ഇത് പാലിക്കാനും ഇതിനെ പ്രാക്ടീസ് ചെയ്യാനും തയ്യാറെടുക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ഇതാരെയും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കുറ്റം പറയുകയോ പഴി പറയുകയോ അവരിലുള്ള തെറ്റുകളെ നമ്മൾ കണ്ട് ആസ്വദിക്കുകയോ ഇല്ലെങ്കിൽ നമ്മൾ കേമനാണെന്ന് വിചാരിക്കുകയോ ചെയ്യരുത്. നമുക്ക് ആരെയുമേ ക്രിട്ടിസൈസ് ചെയ്യാനോ കുറ്റം പറയാനോ അവരെ വിമർശിക്കാനോ നമുക്ക് ഒരു അവകാശമൊന്നുമില്ല. അവർ ഏതവസ്ഥയിലാണ്, അവരെന്താണ് എന്നുള്ളത് അവരെ സംബന്ധിക്കുന്നതാണ്. പക്ഷെ ഇവിടെ നമുക്ക് എപ്പോഴും ഒരു പ്രധാനമായ ഒരു വിഷയം, നമ്മൾ എവിടെയാണ്, നമുക്ക് എങ്ങോട്ട് പോകണം, നമ്മൾ എവിടെ എത്തണം എന്നുള്ളത് നമ്മളുടെ കയ്യിലാണ്. അതിന് ആരുടെയും അനുവാദം ആവശ്യമില്ല. നമുക്ക് ഭക്തിയിൽ വരാം, ഭൗതികതയിൽ പോകാം, ഭാഗവതം പഠിക്കാം, ഇല്ലെങ്കിൽ വേറെ കാര്യങ്ങളിൽ ഏർപ്പെടാം. ഇതെല്ലാം നമ്മളെ സംബന്ധിക്കുന്നതാണ്. നമ്മൾ എവിടെ എന്ത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ചോദ്യം. കൃഷ്ണൻ പറയുന്നത് ഉദ്ധരേത് ആത്മാനാം അവസാദേ, നീ നിന്നെ ഉയർത്തിക്കൊണ്ടുവരൂ എന്നുള്ളതാണ് നമുക്കുള്ള ഇൻസ്ട്രക്ഷൻ. ആ ഇൻസ്ട്രക്ഷനെ നമ്മൾ എത്രത്തോളം സീരിയസ് ആയിട്ട് ഇല്ലേ, വളരെ പ്രാധാന്യമായിട്ട് നമ്മളെ ജീവിതത്തിൽ പാലിക്കപ്പെടുന്നു ഇല്ലേ, പാലിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് വിഷയം. ആദ്യകാലത്ത് ചിലപ്പോൾ നമുക്ക് ഇതൊന്നും പാലിക്കാൻ പെടൂല, ഇല്ലേ, പാലിക്കപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ആ പരിശ്രമം നമ്മൾ വിടാതിരുന്നാൽ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. അതിന് ഒരു നല്ല ഉദാഹരണം നമ്മൾ മുന്നേ കേട്ടിട്ടുള്ള സ്റ്റോറിയാണ്. ബട്ട് ഇവിടെയും അത് പ്രാധാന്യം അർഹിക്കുമെന്ന് വിചാരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഭക്തിയിൽ നമുക്ക് ആദ്യകാലത്ത് ഇല്ലെങ്കിൽ തുടക്കത്തിൽ നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വരികയും പിന്നീട് നമ്മൾ ചെയ്യാൻ പ്രാപ്തരാക്കുകയും അതിന്റെ നമ്മൾ പിന്നെ ചെയ്യുന്നത് നമ്മൾ വിചാരിക്കും നമ്മളുടെ കഴിവ് കൊണ്ടാണ്. ഒരിക്കലുമല്ല. അതൊരു ഭക്തന്റെ കാരുണ്യം കൊണ്ട് മാത്രമായിരിക്കും നമ്മൾ ഭക്തിയിൽ മുന്നേറും. അത് ഇന്നലത്തെ ക്ലാസ്സിലും മെനിഞ്ഞാന്നത്തെ ക്ലാസ്സിലും സംഘർഷൻ പ്രഭുവും സുദർശൻ ചക്രപ്രഭുവും അത് വിവരിക്കുകയുണ്ടായിരുന്നു. അപ്പൊ അതിനൊരു ചെറിയ ഉദാഹരണം നമ്മൾ കേട്ടു നോക്കാം. അതായത് പണ്ടൊരു തീരദേശത്തിലെ കടൽ കരയോട് സമീപത്തുള്ള ഒരു വൃക്ഷത്തില് ഒരു കുരുവി അല്ലെങ്കിൽ ബേർഡ് അത് മുട്ട ഇട്ടുവയ്ക്കുകയായിരുന്നു. അപ്പൊ അത് തീറ്റ തേടാൻ വേണ്ടി പുറമേട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ കടൽ തിരമാലകളാൽ ആ മുട്ടകളെ എന്താ പറയാ എടുത്തുകൊണ്ട് പോകാനുള്ള സാഹചര്യമാണ്. അങ്ങനെ തിരിച്ചു വന്ന ആ അമ്മ കിളി അല്ലെങ്കിൽ അമ്മ കുരുവി വന്ന് നോക്കുമ്പോൾ, മദർ ബേർഡ് വന്ന് നോക്കുമ്പോൾ ഈ പറഞ്ഞ ആ മുട്ടകളെ കാണുന്നില്ല. അപ്പൊ ആകെ സങ്കടമായി. ആ അമ്മ കുരുവി ഈ കടലോട് വന്ന് അപേക്ഷിച്ച്, ദയവായിട്ട് എന്റെ കുഞ്ഞുങ്ങളെ എനിക്ക് തിരിച്ചു തരണം, എനിക്ക് അവര് വേണം എന്ന് തിരിച്ചാകർഷിച്ചു. അപ്പൊ ഈ കടല് വളരെ ലാഘവത്തോടെ അതിനെ പുച്ഛിച്ചു കളഞ്ഞു, ഇല്ലെങ്കിൽ അതിനെ കേട്ട വിധം ഭാവിച്ചില്ല. അതില് രോഷാകുലയായ അമ്മ ബേർഡ് അല്ലെങ്കിൽ കുരുവി ആ സമുദ്രത്തോട് പറഞ്ഞു, എന്റെ കുട്ടികളെ നീ തിരിച്ചു തന്നില്ലെങ്കിൽ ഞാൻ ഈ കടൽ വറ്റിച്ചിട്ട് ആ കുട്ടികളെ തിരിച്ചെടുക്കും. ഇത് കേട്ട് ആ കടൽ എന്താ പറയാ ആർത്തുല്ലസിച്ച് ചിരിച്ചു എന്ന് പറയാം. ഒരു കുരുവിനെ കൊണ്ട് ഈ കടലിനെ പറ്റിക്കാൻ പറ്റുമോ? ക്യാൻ യു ഇമാജിൻ? ഇത് പോസിബിൾ ആണ്? സാധാരണപ്പെട്ട കാഴ്ച രീതിയിൽ നോക്കുകയാണ്, ഇത് നടക്കുന്ന കാര്യമാണ്. ഒരു കുരുവിയാൽ ഈ പറഞ്ഞ കടലിനെ വറ്റിക്കാൻ പറ്റുമോ? പക്ഷെ പറ്റില്ല എന്ന് വിചാരിച്ചു. ആ കുരുവി എന്ത് ചെയ്തു? നിർത്താതെ അതിന്റെ ഈ പറഞ്ഞ പോലെ ഈ മൂക്ക് അല്ലെങ്കിൽ അതിന്റെ
ചുണ്ടുകളാൽ എത്രത്തോളം വെള്ളം എടുക്കാൻ പറ്റുമോ അതെടുത്ത് നേരെ ഈ കരയിൽ കൊണ്ടുപോയിക്കുകയും ഈ പ്രവൃത്തി ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു. ഇത് കണ്ട് കിളികളുടെ അല്ലെങ്കിൽ കിങ് ഓഫ് ബേർഡ്സ് എന്ന് പറയുന്ന ഗരുഡ രാജാവ് അല്ലെ പക്ഷികളുടെ രാജാവായ ഗരുഡൻ ആ കുഞ്ഞു കിളിയുടെ ഈ ഉദ്യമത്തെ അല്ലെങ്കിൽ ആ പരിശ്രമത്തെ കണ്ട് അതിൽ പ്രസാദിച്ച് അദ്ദേഹം നേരെ കടലിനടുത്തോട്ട് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ കുരുവിയെ സഹായിക്കാൻ താല്പര്യപ്പെടുന്നു, ദയവായി ഈ പറഞ്ഞ കിളികളുടെ കുട്ടികളെ അല്ലെങ്കിൽ മുട്ടകളെ തിരിച്ചു കൊടുക്കാമോ, ഇല്ലെങ്കിൽ ഞാൻ ഇടപെടും എന്ന് പറയും. അപ്പോ കടലിന് നന്നായിട്ട് അറിയാം ഗരുഡൻ ഇറങ്ങിയാൽ എന്ത് സംഭവിക്കുന്നു. അപ്പോ ആ കിളികളുടെ മുട്ടകളെ തിരിച്ചു കൊടുത്തു, കുഞ്ഞുങ്ങളെ തിരിച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട് സ്റ്റോറി. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, അൺനോൺ ശക്തികളിൽ നിന്ന് പോലും നമുക്കുള്ള സഹായം ലഭിക്കും നമ്മൾ കറക്റ്റായ ഉദ്യമം എടുത്താൽ, പരിശ്രമിച്ചാൽ. അപ്പൊ ഭക്തിയിൽ നമുക്ക് പരിശ്രമമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ചെയ്തില്ല ചെയ്യുന്നു എന്നുള്ളത് രണ്ടാമത്. നമ്മൾ ഏത് മനോഭാവത്തോടെ ആ പറഞ്ഞ ഭക്തിയുക്ത സേവനത്തിന് പരിശ്രമിക്കുന്നു ഇല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് വിഷയം. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളറിയാത്ത പല സോഴ്സുകളിൽ നിന്നും നമുക്ക് വേണ്ട സഹായം ലഭിക്കും. അതിന് ഏറ്റവും ഉദാഹരണമാണ് നമ്മളുടെ ഓരോ ഭക്തന്റെയും ജീവിതം നമ്മൾ എടുത്തു നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവർ എത്ര വിനയാന്വിതത്തോടു കൂടിയാണ് സൂത ഗോസ്വാമിയോട് ചോദിക്കുകയും അതിന് അവരെ പ്രാപ്തമാക്കാൻ അല്ലെങ്കിൽ അവർ തയ്യാറായിരിക്കുന്നു എന്നുള്ളത് അവരറിയിക്കുന്നു. അതുപോലെ നമ്മളും ഭക്തിയില് മുന്നേറാൻ തയ്യാറാണ് എന്ന് നമ്മൾ ഗുരുവിനോടും ഭക്തന്മാരോടും അറിയിച്ചാൽ അവർ അതിനു വേണ്ട സഹായം നമുക്ക് നൽകും. നമ്മൾ ഉത്സുകരാണ്, ഭക്തിക്ക് ഉത്സുകരാണെന്ന് നമുക്ക് എങ്ങനെ അറിയിക്കാൻ പറ്റും അവരെ? ഒരു ലെറ്റർ അയക്കാമോ, ഇല്ലെ ഒരു വാട്സാപ്പിൽ ഒരു മെസ്സേജ്, ഐ എം റെഡി ടു ബിക്കം എ ഡിവോട്ടി എന്ന് പറഞ്ഞാൽ മതിയോ? വാക്കാൽ പറഞ്ഞാൽ മതിയോ? പോരാ. നമ്മൾ അത് പ്രവൃത്തി പദത്തിൽ കാണിക്കും. എങ്ങനെയാ നമ്മൾ പ്രവൃത്തി പദത്തിൽ കാണിക്കുക? ഭക്തിയുക്ത സേവനം ചെയ്യാൻ നമ്മൾ താല്പര്യം പ്രകടിപ്പിക്കണം. താല്പര്യം പ്രകടിപ്പിച്ചാലും പോരാ, അത് ചെയ്യാനായി നമ്മൾ പരിശ്രമിക്കുകയും വേണം. ആ പരിശ്രമത്തിന് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. രാധാമണി മാതാജി ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? ഹരേ കൃഷ്ണ. അപ്പോ ആ പരിശ്രമം ഭക്തന്മാരിൽ നമ്മളോടുള്ള കാരുണ്യം ചൊരിയാനായി അവർ തയ്യാറാകും. ആ കാരുണ്യത്തിന്റെ ഭാഗമാണ് നമുക്കുണ്ടാകുന്ന രുചി, ഭക്തിയിൽ രുചി ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ടേസ്റ്റ് ഫോർ ഭക്തി. ആ ടേസ്റ്റിനെ നമ്മൾ എത്രത്തോളം കൂടുതൽ ആസ്വദിക്കാൻ നമ്മൾ തയ്യാറെടുക്കുന്നു അത്രത്തോളം നമ്മൾ ഭക്തിയുക്ത സേവനം ചെയ്യണം. ആ ഭക്തിയുക്ത സേവനം നിർത്താതെ ചെയ്തുകൊണ്ടിരിക്കുന്നു നമുക്ക് യഥാർത്ഥമായ രുചി, ഇവരെ നേരത്തെ പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ അതീന്ദ്രിയമായ കാര്യങ്ങളെ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നു. ആദ്യം നമുക്ക് ഭക്തിയുക്ത സേവനത്തിൽ പലതും നമുക്ക് മനസ്സിലാവത്തില്ല, നമുക്കൊന്നും പിടികിട്ടത്തില്ല. പക്ഷേ ക്രമേണ നമ്മൾ ഈ സേവനം ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം മതി നമുക്ക് സ്വയമേവ സ്ഫുരദ്ധ്യതേ എന്ന് രൂപ ഗോസ്വാമി പറഞ്ഞ പോലെ തെളിയാൻ തുടങ്ങും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ എത്രത്തോളം ഭക്തിയുക്ത സേവനത്തിന് പ്രാപ്തരാകുന്നു, നമ്മളെ പ്രാപ്തമാക്കുന്നു, നമ്മൾ അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ് വിഷയം. നമ്മൾ എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അത്രത്തോളം നമുക്ക് വേണ്ടുള്ള വാതിലുകൾ തുറന്നുകൊണ്ടേയിരിക്കും. നമ്മള് വിചാരിക്കാത്ത ഇമ്പോസിബിൾ തിങ്സ്, അതാണ് നമ്മൾ ഈ ശ്ലോകങ്ങളുടെ പാരായണത്തിൽ മൂകം കരോതി വാചാലം പങ്കും ലംഘേ തേ ഗിരി യത്കൃപാ തമഹം വന്ദേ ശ്രീ ഗുരും ദീനതാരിണം എന്ന ശ്ലോകം പറയുന്നത് മുടന്തൻ മലകേറും ഊമ സംസാരിക്കുന്നതാണ്. മൂകം കരോതി വാചാലം, വാതോരാതെ സംസാരിക്കും. എങ്ങനെ? കൃഷ്ണനെ കുറിച്ച് പറയാൻ നമ്മൾ നമ്മളുടെ ഗുരുവിനെ പ്രീതിപ്പെടുത്തിയാൽ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം ഗുരുവിനെ പ്രീതിപ്പെടുത്താനായി അവരുടെ നിർദ്ദേശങ്ങളെ പാലിക്കുന്നു അത്രത്തോളം ഭഗവാന്റെ അഹൈതുകമായ കാരുണ്യം നമ്മളുടെ ജീവിതത്തിൽ വന്നു ചേരും. ഇതിനകത്ത് കുറെ പോയിന്റ്സ് ആക്ച്വലി പറയാനുണ്ട്. കൃഷ്ണ
ഹരേ കൃഷ്ണ. നെറ്റ് പോയതാണോ? അറിയില്ല പ്രഭു, വെയിറ്റ് ചെയ്യാം. ഹരേ കൃഷ്ണ. പ്രഭുസൻ മാതാജി ദയവായി ക്ഷമിക്കണം, ഇടയിലൊന്ന് സൈൻ ഔട്ട് ആയിപ്പോയി. ഹരേ കൃഷ്ണ, കേൾക്കാവോ? കേൾക്കാം പ്രഭു. കേൾക്കാം പ്രഭു. ഹരേ ഹരേ കൃഷ്ണ. ഇതിനകത്ത് ഒരു സ്റ്റോറിയും കൂടെ ഞാൻ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇതെല്ലാം ഭക്തന്റെ കാരുണ്യം അല്ലെങ്കിൽ ഭഗവാന്റെ കൃപയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ശ്രീല പ്രഭുപാദർ ശ്രീമദ് ഭാഗവതം ക്ലാസ് 3/25/39 ലെക്ചർ കൊടുത്തപ്പോൾ പറഞ്ഞതാണ്. ബോംബെയിലാണ് ഈ ലെക്ചർ നടന്നത്. 1977 December 7. ഈ സ്റ്റോറിയിൽ ഒരു സ്റ്റോറി പറയാണ്. ഒരു സ്കൂളിലെ കുട്ടികളുടെ ക്ലാസ്സിൽ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചർ പറഞ്ഞു, അടുത്ത് എൻ്റെ അച്ഛന്റെ ആണ്ട് വരുന്നു, അപ്പൊ അതിനേക്കായി നിങ്ങളുടെ ഓരോരുത്തരുടെയും സംഭാവന എന്താണെന്ന് ചോദിച്ചു. അപ്പൊ ഓരോ കുട്ടികൾ പറഞ്ഞു, ഞാൻ ഇത് കൊണ്ടുതരാം, കുറച്ച് ഫ്രൂട്ട്സ് കൊണ്ടുതരാം. കുറച്ച് പേര് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരും ഓരോന്നും കമന്റ് ചെയ്തു. അപ്പോ വേറൊരു കുട്ടിയുണ്ട് അവിടെ ഉണ്ടായിരുന്നതിൽ വേറൊരു കുട്ടി. ആ കുട്ടിയോട് ചോദിച്ചു. ആ കുട്ടി പൊതുവെ കുറച്ച് ദാരിദ്ര്യ രേഖയിൽ വരുന്ന അല്ലെങ്കിൽ വളരെ ക്ഷീണമായ ഒരു അവസ്ഥയിലുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ ആ കുട്ടിയോട് ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞു, എനിക്ക് എൻ്റെ അമ്മയോട് ചോദിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ ടീച്ചർ. അപ്പൊ ടീച്ചർ പറഞ്ഞു, ആ ശരി, കുഴപ്പമില്ല, നാളെ നീ പറഞ്ഞാൽ മതി. അപ്പൊ ആ കുട്ടി നേരെ വീട്ടിൽ വന്ന് അമ്മയോട് ചോദിക്കും, അമ്മ ഇതുപോലെ ടീച്ചറിന്റെ അവിടെ നാളെ ഫംഗ്ഷൻ വരുന്നു, അപ്പൊ ഓരോരുത്തരുടെയും സംഭാവനകൾ അവിടെ ഓരോരുത്തരും പറയുകയുണ്ടായി. ഇതിൽ ഞാൻ എന്ത് കൊടുക്കണം? എന്റെ ടേൺ വന്നു, അപ്പൊ ഞാൻ എന്താ പറയാന്ന് ചോദിക്കും. അപ്പൊ അമ്മ പറയും, മോനെ, നമ്മൾ ഇത്രത്തോളം വളരെ ഏറ്റവും താഴേക്കിടയിൽ നിൽക്കുകയാണ്. അപ്പൊ നമ്മളെ കൊണ്ട് വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ദീനബന്ധുവായ കൃഷ്ണൻ നമ്മളെ സഹായിക്കുകയാണെങ്കിൽ കൃഷ്ണൻ എന്ത് തരുന്നോ അത് കൊടുക്കാം എന്ന് പറയും. അപ്പോ ഇദ്ദേഹം ചോദിക്കും, ദീനബന്ധുവായ കൃഷ്ണൻ ഇതെവിടെയാണ് അദ്ദേഹം ഉള്ളത്? അവര് പറയും, കാട്ടിലാണ് ഉള്ളത്, ഫോറസ്റ്റിലാണ് എന്ന് പറയും. ആ ഫോറസ്റ്റിനകത്ത് പോയിട്ട് ഈ കുട്ടി അവിടെ നിന്ന് കുറെ നേരം ഈ ദീനബന്ധുവായ കൃഷ്ണ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങും. വിളിക്കും, കുറെ നേരം വിളിച്ചിട്ട് ഭഗവാന്റെ പ്രസൻസ് കാണുന്നില്ല. അങ്ങനെ ഈ കുട്ടിയുടെ കണ്ടിന്യൂസ് ആയ പ്രസൻസ് പ്രസൻസ് അല്ല, കണ്ടിന്യൂസ് ആയ പരിശ്രമം കൊണ്ട് ഭഗവാൻ വരും. ഇപ്പൊ ഭഗവാൻ എടുത്ത് പറയും, ഹേ ദീനബന്ധു, എല്ലാരും പറയുന്നു അങ്ങ് ദീനബന്ധുവും കാരുണ്യവാനുമാണെന്ന്. അപ്പോ ഇതുപോലെ എൻ്റെ ടീച്ചറിന്റെ അവിടെ ഫംഗ്ഷൻ ആണ്, അപ്പൊ എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും, ദയവായി എന്നെ സഹായിച്ചാലും എന്ന് ചോദിക്കും. അപ്പൊ ഭഗവാൻ പറയും, അവിടത്തേക്കുള്ള തൈര്, ദഹി നമുക്ക് കൊടുക്കാം എന്ന് പറയും. ദഹി കൊടുക്കാമെന്ന് പറയും. ശരി, വളരെ സന്തോഷമായ കുട്ടിക്ക് നേരെ ടീച്ചറിനോട് വന്ന് പറയും, ടീച്ചർ, എനിക്ക് തരാൻ പറ്റുന്നത് ദഹിയാണ്, തൈര് തരാമെന്നത്. അങ്ങനെ ആ ദിവസം വരുന്ന ദിവസം ഈ കുട്ടി വന്ന് നോക്കുമ്പോ ഭഗവാനെ കാണുന്നില്ല അവിടെ കാട്ടിൽ. അദ്ദേഹം വീണ്ടും ഇതുപോലെ വിളിച്ച് കേണപേക്ഷിക്കുമ്പോൾ ഭഗവാൻ വരും. വന്നിട്ട് പറയും, എനിക്കുള്ളത് തന്നില്ലല്ലോ ദീനബന്ധു, എൻ്റെ ദാദാ, ബ്രദർ എന്ന് പറയും. അങ്ങനെ ദീനബന്ധുവായ ഭഗവാൻ എന്ത് ചെയ്യും, ഒരു ചെറിയ കുടം തൈര് കൊടുക്കും. അപ്പൊ ആ കുട്ടിക്ക് ഇതിന്റെ കണക്കറിയില്ല, ഈ തൈര് എത്ര പേർക്ക് ഉപയോഗിക്കാൻ പറ്റും, ഇല്ലെങ്കിൽ ഇതിന്റെ ക്വാണ്ടിറ്റി ഇത്രയും പേരാണോ ഒന്നും അറിഞ്ഞില്ല. അപ്പം അങ്ങനെ ആ കുട്ടി ആ തൈര് പാത്രം വളരെ സന്തോഷത്തോടെ എടുത്തുകൊണ്ട് വന്ന് ടീച്ചറിനെ കൊടുക്കും. അപ്പൊ ടീച്ചർ അന്തം വിട്ട് നോക്കും, ആയിരക്കണക്കിന്, നൂറുകണക്കിനോ ആയിരക്കണക്കിന് ആൾക്കാർ വിളിക്കുമ്പോൾ ഈ ഒരു ചെറിയ പാത്രം തൈര് മതിയോ എന്ന് വിചാരിച്ചുകൊണ്ട് സങ്കടം പറയും. അപ്പൊ ഇത് കേട്ട കുട്ടി ആകെ സങ്കടപ്പെട്ട് എന്ത് പറയും, ആ തൈര് കുടത്തിന് എറിഞ്ഞ് പൊട്ടിക്കും, ഇല്ലെങ്കിൽ താഴെ എടുത്തിടും. ഇടുന്ന മാത്രയില് ഇട്ട് കഴിഞ്ഞ് വീണ്ടും നോക്കുമ്പോ ആ തൈര് കുടത്തിനകത്തുള്ളത് വീണ്ടും അത്രയും ഇട്ട് കൊടുത്ത ആ ഉടഞ്ഞ ആ പാത്രത്തിനകത്ത് അതേ ഫുൾ തൈര് തന്നെ ഉണ്ടാവും, താഴെ പോകില്ല. അങ്ങനെ വീണ്ടും ആ തൈര് കുടം എടുത്ത് വീണ്ടും നോക്കുമ്പോൾ അപ്പോഴും പൂർണ്ണമാണ്. ആ പൊട്ടിയ ഭാഗം എല്ലാം എടുത്ത ഭാഗം ഫില്ലാണ്, വീണ്ടും ഫില്ല. അങ്ങനെ അവർ ആ ഒരു ഇത്രയും പേർക്ക് ഫീഡ് ചെയ്യാൻ പറ്റി എന്ന് പറയുന്നുണ്ട്. അതായത് ഇതിനകത്ത് പറഞ്ഞത് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഭഗവാന്റെ പൂർണ്ണതയാണ്. ഭഗവാൻ എന്ത് തരുന്നോ അത് അത്രയും ശക്തിമത്തുള്ളതാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ എനിക്ക് ഇതേ കിട്ടിയുള്ളൂ, അത് കിട്ടിയില്ല എന്ന് പറയുന്ന ആ കംപ്ലൈന്റ് ഭാവം നമ്മൾ മാറ്റിയെടുക്കണം. ഭഗവാൻ പൂർണ്ണനാണ്.
അതാണ് ഈ ഈശാവാസ്യ ഉപനിഷത്തിൽ പറയുന്ന പോലെ പൂർണ്ണമേവാവശേഷ്യ ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമേവാവ പൂർണ്ണമേവാവശിഷ്യതേ എന്ന ശ്ലോകത്തിൽ പറയുന്ന പോലെ ഭഗവാന്റെ എവിടെ നിന്ന് എടുത്താലും ഭഗവാൻ പൂർണ്ണനാണ്, അപൂർണനല്ല എന്നുള്ളത് ഒരു മെസ്സേജ്. രണ്ടാമത്, ആ കുട്ടിയുടെ കണ്ടിന്യൂസ് ആയ പരിശ്രമത്തില് ഭഗവാൻ പ്രീതനായി വന്നു. അതുപോലെ നമ്മളും നമ്മളുടെ നിരന്തരമായ പരിശ്രമം, ഭഗവാനെ മനസ്സിലാക്കണം, ഭഗവാനെ അറിയണം, ഭഗവാന്റെ കൃപ വേണം എന്ന് നമ്മൾ കരഞ്ഞ് അപേക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായ ആ കാരുണ്യം നമ്മളിലും വരും. പക്ഷെ നമ്മൾ യഥാർത്ഥമായിട്ടത് സിൻസിയർലി പുട്ട് അവർ എഫോർട്ട് ഇട്ടാൽ തീർച്ചയായിട്ടും നമുക്ക് ഇത് വരും. ഇത് ശീല പ്രഭുപാദ പറഞ്ഞ സ്റ്റോറിയാണ്. അപ്പോൾ ഈ ശ്ലോകത്തിൽ ഇനിയും കുറെ പറയാനുണ്ട്. ഇത് വായിച്ചു തീർക്കാനോ ഇല്ലെങ്കിൽ ഇത് പറ്റാനോ, കാരണം എന്റെ ഒരു ഫിസിക്കലി ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷനും കൂടെയാണ്. അപ്പൊ അതിൻ്റെതായ പല ബുദ്ധിമുട്ടുകൾ കാരണമാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത്. എന്നാലും നാളെയും ആരെങ്കിലും ഈ ശ്ലോകമോ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ ഇതിനെ ഒന്ന് ടച്ച് ചെയ്തുകൊണ്ട് പറഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു. ഞാൻ അതിന്റെ ഒരു ശ്ലോകം മാത്രമേ എനിക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഹരേ കൃഷ്ണ പ്രഭു. ശില പ്രഭുപാദ് കി ജയ്, ശില ഗുരുദേവ് കി ജയ്. എന്തെങ്കിലും കൂടുതൽ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായിട്ട് പറയാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പദം പ്രഭു, നല്ല ക്ലാസ്. നന്ദി പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നല്ല ക്ലാസ് ബ്രോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. നമസ്തേ. ഹരേ കൃഷ്ണ പ്രഭു. എനിക്ക് തോന്നിയ കാര്യം, അതായത് നമ്മൾ എന്ത് സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും എല്ലാം, ഇഫ് യു ലീവ് എവറിത്തിങ് ഇൻ അണ്ടർ ഫീറ്റ് ഓഫ് ദ മാസ്റ്റർ ഗോഡ് കൃഷ്ണ, he will take care of everything. We don't have to get worried for anything. Once we do that, if we are not stressed out, we are feeling okay, emotionally you are okay, then if you're leaving to him, his feet, he will take care of everything. Absolutely right, ma'am. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു ഇതിനകത്ത് പറഞ്ഞ സ്റ്റോറീസും ബാക്കിയുള്ള കണ്ടന്റും നോക്കുമ്പോൾ നമ്മളുടെ എഫേർട്ട് കുറച്ച് കുറഞ്ഞു പോയോ എന്നൊരു സംശയം. കുറച്ചല്ല, നല്ല കുറവാണ്. അപ്പം ഇന്നത്തെ ക്ലാസ് കൊണ്ട് എനിക്ക് പേഴ്സണലി തോന്നിയത് ഭഗവാന്റെ സേവയ്ക്കുള്ള എഫേർട്ട് ഇനിയും കൂട്ടണം, ഭഗവാനായിട്ടുള്ള കണക്ഷൻ കുറച്ചുകൂടെ നല്ല രീതിയിൽ കൂട്ടണം എന്നൊരു ഫീല് വന്നു ബ്രോ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഫെയ്ത്തും നമുക്ക് വളരെ കുറവാണോ സംശയമുണ്ട്. അപ്പൊ കഥയിൽ പറഞ്ഞ ഫെയ്ത്ത് ഉണ്ടല്ലോ, അത് ഒരു ഭഗവാൻ രക്ഷിക്കും എന്നുള്ളൊരു ഫെയ്ത്ത് ഭയങ്കര കുറവാണോ സംശയമുണ്ട്. പലപ്പോഴും നമ്മള് ഭക്തിയിൽ ഉയരാത്തതിന് കാരണം നമുക്ക് അചഞ്ചലമായ ദൃഢവിശ്വാസമില്ല. ഭഗവാൻ എല്ലായിടത്തും പറയുന്നു, മത്സിത്ത മദ്ഗതപ്രാണ സോറി ദൃഢവൃത്താഹ എന്ന ശ്ലോകം പറയുന്നുണ്ട് 9-ാം അധ്യായത്തിൽ. അപ്പൊ അവിടെ എല്ലാം നമ്മളെ ദൃഢവൃതനാകാനാണ് ഭഗവാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും ദൃഢവ്രതരാകുന്നില്ല. നമുക്ക് ഫെയ്ത്ത് ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, എന്നാൽ അത്രയും അചഞ്ചലമായിട്ടില്ല. പക്ഷെ അത് നമ്മൾ ഷാർപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതിന് ഈ പറഞ്ഞ പോലെ ഈ സേവനവും ഈ പറഞ്ഞ നമ്മളുടെ റീഡിങ്ങും ചാന്റിങ്ങും ഭക്തസംഘവും ഇത് നമ്മളെ സഹായിക്കും. ആക്ച്വലി കൃഷ്ണാബോധത്തിന് വേറെ ഭയങ്കര റോക്കറ്റ് സയൻസോ റോക്കറ്റ് ഫിലോസഫിയോ ഒന്നുമില്ല. ഭക്തസംഘം, നാമ രുചി, ഈ പറഞ്ഞ പോലെ ഭാഗവത രുചി, ഈ 3 കാര്യങ്ങളിൽ കൃഷ്ണാബോധം പൂർണ്ണമാണ്. അതിനകത്തെല്ലാം ഭക്തന്മാരോടുള്ള സംഘത്തിനുള്ള രുചി, നാമരുചി, ഭഗവത് കഥാശ്രവണത്തിനുള്ള രുചി, ഇത്രയും മതി. നമ്മൾ തിരിച്ചു പോകും. അതിനകത്ത് വേറെ സംശയമേ വേണ്ട. അത് എവിടെ പോകും, നമ്മൾ അവിടെ എത്തുമോ ഇവിടെ എത്തുമോ എന്നൊന്നും നമ്മൾ ആലോചിക്കേണ്ടതില്ല. നമ്മളെത്തും, സേഫായ സോണിലെത്തും കൃഷ്ണൻ എത്തിക്കുന്നത്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. നമ്മളുടെ ഈ ഫെയ്ത്തും ഇതെല്ലാം പറഞ്ഞിട്ട്, അതായത് ഉപദേശാമൃതത്തില് നമ്മളെല്ലാം വായിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഇങ്ങനെ നമ്മൾ വായിക്കുമ്പോ 7th ശ്ലോകത്തിന്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞ്, ഇതാണ് എല്ലാ ഉപദേശങ്ങളുടെയും സാരഭൂതമായ വസ്തു എന്ന് പറയുന്നതിൽ പറയുന്ന ഒരാൾ തന്റെ എല്ലാ സമയവും ദിനത്തിൽ 24 മണിക്കൂറും ഭഗവാന്റെ പുണ്യനാമങ്ങൾ ജപിച്ചും സ്മരിച്ചും
മംഗളരൂപം, കല്യാണ രൂപങ്ങൾ, ശാശ്വത ലീലകൾ എന്നിവ കീർത്തനം ചെയ്തും സ്മരിച്ചും കഴിഞ്ഞുകൂട്ടണം. അങ്ങനെ നാവിനെയും മനസ്സിനെയും കൃഷ്ണാബോധത്തിൽ വ്യാപിപ്പിക്കണം. ഈ രീതിയിൽ ഗോലോക വൃന്ദാവനധാമം എന്നറിയപ്പെടുന്ന ബ്രജത്തിൽ താമസിച്ചുകൊണ്ട് ഭക്തന്മാരുടെ ഉപദേശാനുസരണം കൃഷ്ണനെ ലഭിക്കണം. കൃഷ്ണനെ പ്രേമഭക്തിയോടെ സേവിക്കുന്നതിൽ നിരന്തരം നിരതമാകയാൽ ഭഗവത് ഭക്തരുടെ കാലടി ചുവടുകൾ പിന്തുടരേണ്ടതാണ്. ഇതാണ് എല്ലാ ഉപദേശങ്ങളുടെയും സാരഭൂതമായ വസ്തുത. അതായത് ഹരേ കൃഷ്ണ. നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രഭു പറഞ്ഞ പോലെ വലിയ കൃഷ്ണാബോധത്തിന് വലിയ ശാസ്ത്രങ്ങളും ഈ ഫിലോസഫി ഇതെല്ലാം പറയുന്ന ഇതിന്റെ കൺക്ലൂഷൻ ഇത്രയേ ഉള്ളൂ. നമ്മൾ സറണ്ടർ ചെയ്ത് ഗുരുവിൽ സറണ്ടർ ചെയ്ത് ഭഗവാനെ മാത്രം ഇത് ചെയ്ത് അൺഫ്ലിഞ്ചിങ് ഫെയ്ത്തോടു കൂടി പോവുക. പരമാനന്ദ പ്രഭു പറഞ്ഞ പോലെ ഫെയ്ത്തിൽ എവിടെയോ നമുക്കൊരു ഇതുണ്ട്. അതുകൊണ്ടാ പാഞ്ചാലി ലാസ്റ്റ് കൈ ഫുൾ വിട്ട് വിളിക്കുന്ന പോലെ നമ്മൾ വിളിക്കുന്നില്ല. അതാണ് നമ്മളിങ്ങനെ ഈ മെറ്റീരിയൽ വേൾഡിൽ ഇങ്ങനെ രക്ഷപ്പെടാനുള്ള ഓട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് എന്ത് ചെയ്ത് രക്ഷപ്പെടാമെന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. ആ സമയങ്ങളിൽ നമ്മൾ ആക്ച്വലി ഭഗവാനെ മറന്നു പോകുന്നെന്ന് തോന്നുന്നു കുറെ സമയങ്ങളിൽ എവിടെയൊക്കെയോ. അല്ലെങ്കിൽ നമ്മുടെ ഹരേ ഫെയ്ത്ത് കൃഷ്ണ. അത്രയും വരുന്നില്ല എന്നെങ്കിൽ. നമുക്ക് ഒരു ചെറിയ സ്റ്റോറി കൂടെ ഇതിനെ സ്റ്റോറി ആക്കിയല്ല, ഒരു ചെറിയ മെസ്സേജ് കൂടെ ഇതിനെ കൺക്ലൂഡ് ചെയ്യണം. അതായത് കൃഷ്ണ സേവ്സ് ഡിവോട്ടീസ് അറ്റ് എനി കോസ്റ്റ് എന്നുള്ളത് നമ്മൾ ഒരു ചെറിയ പാസ് ടൈം പറഞ്ഞിട്ട് നമുക്ക് മാജി പറഞ്ഞ ഫെയ്ത്ത്. മഹാഭാരത യുദ്ധം നടക്കുന്ന കാലത്ത് ഈ പറഞ്ഞ ആ പീരീഡ് ഓഫ് ടൈമില് പലതരത്തിലും ഈ പറഞ്ഞ പോലെ കുരൂസ് ഇവരെ ഇല്ലാതാക്കാൻ ഇല്ലെങ്കിൽ തോൽപ്പിക്കാൻ പല ഐഡിയാസ് ഇങ്ങനെ മെനഞ്ഞുകൊണ്ടേ നടക്കുകയാണ്. ഏത് വിധത്തിൽ ഇവരെ തോൽപ്പിക്കാം എന്നുള്ളതാണ് അവരുടെ ഒരേ ഒരു ലക്ഷ്യം. ഇപ്പറ സൈഡാണെങ്കിൽ ഇവർ ഇതിനെക്കുറിച്ച് ഒരു ചിന്തയുമില്ല. കാരണം യുദ്ധത്തിൽ ജയിക്കണോ തോന്നുന്നു, ഇത് കൃഷ്ണൻ പറഞ്ഞത് കൊണ്ട് നമ്മൾ ഈ യുദ്ധം നടത്തുന്നു, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ കൃഷ്ണന്റെ വിൽ ഓഫ് ദിസ് വാർ ഈസ് ഗോയിങ് ഓൺ. അപ്പോ ഇവര് ഫുൾ ഫെയ്ത്ത് ഇൻ കൃഷ്ണ, അവര് ഫുൾ ഫെയ്ത്ത് ഇൻ ദെയർ സ്ട്രെങ്ത്, ആർമി, ആ പറഞ്ഞ കാര്യങ്ങളിലാണ്. അങ്ങനെ ഓരോ തന്ത്രങ്ങൾ ഇവര് മെനയുന്ന സമയത്ത് ലാസ്റ്റ് ഭീമനെ തോൽപ്പിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു ദുര്യോധനൻ. അങ്ങനെ ദുര്യോധനന് ഈ പറഞ്ഞ പോലെ അമ്മ ഗാന്ധാരിയുടെ അടുത്ത് വന്നിട്ട് വരം വാങ്ങിക്കാനുള്ള ആ ഓർമ്മ വരികയും അമ്മയോട് ഒന്ന് പറയാം, അമ്മ ഈ പറഞ്ഞ പോലെ നീ എന്റെ മുന്നിൽ ഞാൻ എപ്പൊ കണ്ണു തുറക്കുന്നോ അതില് നീ ഫുള്ളായിട്ട് നീ നേക്കഡായിട്ട് വരണം, വിവസ്ത്രനായി വന്ന് നിൽക്കണം, അത് വന്നാൽ നിനക്ക് ജയിക്കാമെന്നുള്ള വിധത്തില് മെസ്സേജ് കൊടുക്കുകയും അങ്ങനെ ഇദ്ദേഹം വരുന്ന സമയം ഭഗവാൻ അതിനകത്ത് ഇടപെട്ട് ചെറുതായിട്ട് ഇങ്ങനെ പറയും, ഒരു അമ്മയുടെ മുന്നിൽ പോയി ഇങ്ങനെ വിവസ്ത്രനായി നിൽക്കാൻ പാടുണ്ടോ എന്ന് ദുര്യോധനോട് പറയുകയും ദുര്യോധൻ അതിലെന്തോ ഒരു വലിയ കാര്യമുണ്ടെന്ന് അദ്ദേഹം വിചാരിച്ച് അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ ഹിപ്പ് തൊടഭാഗം മറച്ചു കൊണ്ടുപോയി ഗാന്ധാരിയുടെ ദർശനം ഏറ്റുവാങ്ങുകയും ഗാന്ധാരി അന്തം വിട്ടുപോയി. അപ്പൊ ഞാൻ നിന്നോട് പറഞ്ഞത് വിവസ്ത്രനായിട്ട് വരാനല്ലേ, നീ എന്താ ഇങ്ങനെ ചെയ്തെന്ന്. അപ്പൊ പറഞ്ഞു, വരുന്ന വഴിക്ക് കൃഷ്ണനെ കണ്ടു. ഇത്രേ പറഞ്ഞുള്ളൂ, കൃഷ്ണനെ കണ്ടു. അപ്പൊ ഗാന്ധാരിക്ക് മനസ്സിലായി ഇനി ഒന്നും പ്രത്യേകിച്ച് പറയാനുമില്ല ചെയ്യാനുമില്ല, ഇനി വരുന്ന വഴിക്ക് നോക്കാം എന്ന് മനസ്സിൽ വിചാരിച്ചായിട്ട് പറയുന്നു. അപ്പൊ ആ ഒരു ഭാഗം തൊടഭാഗം മാത്രം ഈ പറഞ്ഞ അയൺ ലൈക്ക് റോഡ് എന്ന് പറയും, ഇരുമ്പ് ശക്തി പോലെ ആയില്ല. അവിടെ ഈ പറഞ്ഞ പോലെ സാധാരണ മാംസം പോലെയായിരുന്നു. അങ്ങനെ യുദ്ധസമയത്ത് ഭഗവാൻ ഈ പറഞ്ഞ ഈ പറഞ്ഞ യുദ്ധനീതിക്ക് വിലക്കാത്തതാണെന്ന് ഒരു സൈഡ് പറഞ്ഞാലും അവിടെ ഭക്തന് വേണ്ടി ഭഗവാൻ പറഞ്ഞു ആ തൊടയിൽ അടിക്കുകയുള്ളൂ. അങ്ങനെ കീഴ്പ്പെടുത്തി. അതായത് ഭക്തനെ അദ്ദേഹം ഏത് വിധത്തിലും പ്രൊട്ടക്ട് ചെയ്യും. നമ്മൾ ഭക്തനാകുക എന്നുള്ളത് മാത്രമേ നമ്മളെ ജോലിയുള്ളൂ. നമ്മൾ റെസ്റ്റ് ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ വറിയാവണം. കാരണം ഭഗവാൻ ഈ പർക്കോട്ടിൽ പറഞ്ഞ പോലെ ഇത്രയും പ്രപഞ്ചങ്ങളെയും അത്ഭുതങ്ങളെയും അദ്ദേഹം സൃഷ്ടിച്ച അദ്ദേഹത്തിന് നമ്മളുടെ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ നമ്മളുടെ മാറ്റേഴ്സിനെ എടുക്കുന്നതാണോ വലിയ കാര്യം? ഒരിക്കലുമേ അല്ല. നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ, ലാക്ക് ഓഫ് ഫെയ്ത്ത് കാരണം നമ്മൾ ചെയ്തില്ലെങ്കിൽ ഇത് ശരിയാവില്ല, നമ്മൾ ചെയ്താലേ അത് ശരിയാകൂ എന്നുള്ള രണ്ട് ധാരണയുണ്ട്. നമ്മൾ ഇത് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല ഒന്ന്, പിന്നെ നമ്മൾ ചെയ്താൽ മാത്രമേ ശരിയാകൂ എന്ന് നമ്മൾ പലപ്പോഴും. ഇത് രണ്ടും മാറ്റിവെച്ച് കൃഷ്ണന്റെ കയ്യിൽ കൊടുത്ത് മാതാജി പറഞ്ഞു, രാധാമണി മാതാജി പറഞ്ഞ പോലെ ഫുൾ ഫെയ്ത്ത് ഇൻ കൃഷ്ണ, സറണ്ടർ ടു കൃഷ്ണ. നമ്മൾ കൃഷ്ണന് വേണ്ടി ഈ പറഞ്ഞ പോലെ ഉപദേശാമൃതത്തിലെ പറഞ്ഞ ശ്ലോകം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ 24 മണിക്കൂർ ഉപയോഗിക്കാൻ പറ്റിയ അത്രയും നല്ലതെന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. നമ്മളുടെ ജോലി, വീട്, നമ്മളുടെ ഉത്തരവാദിത്വം ഇതെല്ലാം ഭഗവാൻ നിറവേറ്റും. അതിനകത്ത് ഒരു സംശയവും നമുക്ക് വേണ്ട. സംശയമുണ്ടെങ്കിൽ നമുക്ക് മുന്നേറാനും പറ്റും. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. നമ്മൾ ഭഗവാനുമായിട്ട് എപ്പോഴും നമ്മളെ മനസ്സ് കണക്റ്റഡ് ആയിട്ടിരിക്കണമല്ലോ പ്രഭു. അപ്പോ അതെ പ്രഭു. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ കുറ്റം പറഞ്ഞ ആളിനെയാണ് നമ്മൾ എപ്പോഴും മനസ്സിനകത്ത് വരുന്നോണ്ടിരിക്കുന്നത്. ഒരു നിമിഷം കൊണ്ടാണ് അത് നമ്മളെ ഇന്ന് വിട്ടുപോകുന്നത്. ഭഗവാനുമായിട്ട് ഇത്രയും കണക്റ്റഡ് ആയിട്ട് ഇരുന്നിട്ട് പോലും നമ്മൾ അവിടെ പരാജയപ്പെടുന്നു. പ്രഭു പ്രഭു എന്താണ് ചോദ്യമാണോ അല്ലെ പറഞ്ഞതാണോ പ്രഭു? അതായത് പ്രഭു, നമ്മൾ ഈ കലിയുഗത്തില് നമ്മൾ ഭഗവാനുമായിട്ടാണല്ലോ എപ്പോഴും നമ്മൾ ഏത് കാര്യത്തിനും നമ്മൾ ഭഗവാനെ മനസ്സിൽ വിചാരിച്ചാണല്ലോ ഏത് കാര്യവും നമ്മൾ ചെയ്യേണ്ടത്. അതെ പ്രഭു. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ നമ്മളെ സുഹൃത്തോ ആരെങ്കിലും നമ്മളെ കുറിച്ച് എന്തെങ്കിലും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനുമായിട്ടുള്ള മനസ്സ്, ഭഗവാനുമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതിന് പകരം ആ മനസ്സ് അയാള് നമ്മളെ കുറ്റം പറഞ്ഞത് കൊണ്ട് അയാളെ ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രഭു നമ്മള് ഇതിന് ചെയ്യേണ്ട ഒരു വഴി എന്ന് പറഞ്ഞാല് നമ്മള് ഈ പറഞ്ഞ സുഖവും ദുഃഖവും കീർത്തിയും അപകീർത്തിയും ഇതെല്ലാം ഭൗതിക ലോകത്തുള്ള കാര്യമാണ്. അപ്പോ നമ്മൾ ഇതിനകത്ത് എടുക്കേണ്ടത് അവരെന്നെ അപകീർത്തിപ്പെടുത്തിയാൽ അവർ ചെയ്തോട്ടെ, ഞാൻ തിരിച്ചവരെ അപകീർത്തിപ്പെടുത്തുകയും ഇതിന് അസൂയ നമുക്ക് പറയാം. നമ്മളോട് ചിലവർക്ക് അസൂയ ഉണ്ടെങ്കിൽ അവർ നമ്മളെ എല്ലാ വിധത്തിലും കീഴ്പ്പെടുത്താനായിട്ട് നോക്കും, പല വിധത്തിലും നമ്മളെ വാക്കാല് ചില ചെയ്തികളാല്. അപ്പൊ അതിനകത്ത് നമ്മൾ ഒരു കാരണവശാലും കുലുങ്ങരുത്. ഇതും ഭഗവാന്റെ കാരുണ്യമാണ്, ഇതെല്ലാം ഭഗവാൻ കാണുന്നുണ്ട്. എനിക്ക് അദ്ദേഹത്തോട് പ്രതികരിക്കേണ്ട കാര്യമില്ല, ഇത് ഭഗവാൻ ചെയ്തോട്ടെ, അദ്ദേഹം എന്നെ പറയണേ പറയട്ടെ, ഞാൻ അതിനകത്ത് കുലുങ്ങത്തില്ല എന്ന് നമ്മൾ ആദ്യം. അവർ പറയും, പ്രഭു പറഞ്ഞ പോലെ ചില സമയങ്ങളിൽ ആ മനസ്സ് നമ്മളെ വീണ്ടും വീണ്ടും വേട്ടയാടാൻ നോക്കും, പക്ഷെ വിട്ടുകൊടുക്കരുത്. വിട്ടുകൊടുക്കാതെ പറയണം, ഇത് കൃഷ്ണന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കുന്നു. അദ്ദേഹം പറഞ്ഞു. പ്രഭു ഇതിനകത്ത് ഒരു ഡീപ്പ് പോയിന്റ് കൂടെ എടുക്കാം. ഒരാൾ നമ്മളെ കുറ്റം പറയുകയാണെങ്കിൽ ആദ്യം നമ്മള് ശ്രദ്ധിച്ചു നോക്കണം, ആ കുറ്റം നമ്മളിൽ ഉണ്ടോ എന്ന് ആദ്യം തിരിച്ചറിയണം. ചിലവർ നമ്മളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയും, അത് ഈ ഭൗതിക ലോകത്തിന്റെ സ്വഭാവമാണ്. ആ കുറ്റത്തിൽ എന്തെങ്കിലും എനിക്ക് മാറ്റം വരുത്താനുണ്ടോ എന്ന് ആദ്യം ചിന്തിക്കണം. ഉണ്ടെങ്കിൽ ദയവായിട്ട് അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ആ കുറ്റത്തെ നമ്മളിൽ നിന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കണമെന്നാണ് പ്രഹ്ലാദൻ പറയുന്നത്. പ്രഹ്ലാദന്റെ ഉപദേശം, ഒരാൾ നമ്മളെ ശത്രു എന്ന നിലയിൽ നമ്മളെ കുറ്റം പറഞ്ഞാൽ അയാളാണ് നമ്മളുടെ യഥാർത്ഥ ഉത്തമ സുഹൃത്ത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ഒരു ശത്രുവിന് മറ്റേ ശത്രുവിന്റെ എല്ലാം നല്ലതും ചീത്തയും അറിയാം. അപ്പൊ അദ്ദേഹം വിളിച്ചു പറയും നമ്മളുടെ പോരായ്മകളെയെല്ലാം. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അയാളോട് ശത്രുത വെക്കുന്നതിന് പകരം ഈ കാര്യങ്ങളെല്ലാം എന്റെ ജീവിതത്തിൽ മാറ്റാനുള്ളതാണ്, ഇല്ലെങ്കിൽ ഇതെല്ലാം എനിക്ക് ആപത്താണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നു, ഇതിനെ ഞാൻ മാറ്റണം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളോട് പറഞ്ഞ ആ കുറ്റങ്ങളെ അല്ലെങ്കിൽ തെറ്റുകളെ നമ്മൾ നിവർത്തീകരിച്ചാൽ മാത്രം മതി, നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല, നമ്മൾ സേഫ് ആയിരിക്കും. അതിനു പകരം അസൂയയും ശത്രുത അങ്ങോട്ട്, നീ ആരെ എന്നെ കുറ്റം പറയാൻ, നീ യോഗ്യനാണോ എന്ന് നമ്മൾ തിരിച്ചെടുത്താൽ പോയി, അതൊരിക്കലും ചെയ്യാൻ നിൽക്കരുത്. അത് ഭൗതിക ലോകത്തിന്റെ സ്വഭാവമാണ് അങ്ങനെ തിരിച്ചു പറയാൻ. അതിന് പകരം അദ്ദേഹം എന്നെ കുറ്റം പറഞ്ഞു, ഈ കുറ്റത്തിൽ എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് മാറ്റാം, ഇല്ല എങ്കിൽ നമ്മൾ അതിന് കമന്റേ ചെയ്യരുത്. ശാന്തതയോടെ നമ്മൾ ശരി പ്രഭു, ഹരേ കൃഷ്ണ, മാറ്റാം, കഴിഞ്ഞ പരിപാടി. പല പല വലിയ വലിയ കാര്യങ്ങളെ നമുക്ക് ചെറിയ വാക്കുകൾ കൊണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റും. ഒരാൾ നമ്മളോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇത് വരുന്നു, അതിന് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും സിമ്പിൾ ടിപ്പ് എന്ന് പറഞ്ഞാല് അവരോട് ക്ഷമ യാചിക്കുക, ഇല്ലെങ്കിൽ നമസ്കരിച്ചുകൊണ്ട് പറയാ, ഞാൻ മാറ്റാൻ പ്രഭു, ക്ഷമിക്കണം, ദയവായി എന്നോട് ക്ഷമിച്ചാലും എന്ന് ഈ 2 പദം ഉപയോഗിച്ചുകൊണ്ടല്ല അവരുടെ ഇത്രയും പറഞ്ഞ കോപത്തിനെ നമ്മൾ 2 വാക്കുകൊണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റും. അതിന് പകരം നീ ആരെന്നെ പറയാൻ എന്ന് നമ്മൾ തിരിച്ചു വാദപ്രതിവാദത്തിന് പോയാൽ അത് എൻഡ്ലെസ് ആവും, വലിയ കലഹത്തിലേക്ക് കൊണ്ടുപോകും. അതിനു പകരം അവരെന്തെങ്കിലും പറഞ്ഞ ചില വാക്കുകൾക്ക് അത്രയും ശക്തിയില്ല, ആ വാക്കുകൾ നമ്മൾ വളരെ പ്രയോജനകരം വിധത്തിൽ ഉപയോഗിച്ചാൽ മാത്രമല്ല. ഒരാൾ ഫയർ ചെയ്യുന്നു, അവനപ്പം താന്നു പോകും. നമ്മളോട് ഇത്രയും ദേഷ്യപ്പെട്ട ആളോട് പറയാം, ദയവായി എന്നെ ക്ഷമിച്ചാലും ഞാൻ അങ്ങോട്ട് ക്ഷമ യാചിക്കുന്നു എന്ന് പറഞ്ഞു നോക്കും, അപ്പൊ അവർ മാറും. അവർ ഇത്രയും പറഞ്ഞ കോപം അവിടെ അതിൽ വെള്ളം ഒഴിച്ച പോലെയാണ്. ഇതെല്ലാം നമ്മൾ വാക്കുകളാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല പല സേവിങ്സ് ആണ്. അതിനെ നമ്മൾ അനാവശ്യമായിട്ട് ദുരുപയോഗപ്പെടുത്താതെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കണം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും കഴിയുന്നത്രയും ഈ പറഞ്ഞ വാക്കുകളാകുന്നത് ഭഗവാന്റെ നാമ പ്രകൃതിക്ക് ഉപയോഗിക്കുക. അതല്ലാത്തയിടത്ത് ഈ ഷോർട്ട് വേർഡ്സ് മതി. ക്ഷമിക്കൂ പ്രഭു, ശരിയാക്കാം പ്രഭു, ഇത്രയൊക്കെ മതി. അതിലൂടെ തന്നെ വലിയ വലിയ പ്രശ്നങ്ങളെ നമുക്ക് അഭിമുഖീകരിക്കാൻ പറ്റും.
ഹരേ കൃഷ്ണ ബ്രോ. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭു. എല്ലാവർക്കും സമയം ഒരുപാടായി എന്ന് തോന്നുന്നു. വേറെ കമന്റ്സ് ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് ഈ ചർച്ച നാളത്തേക്ക് മാറ്റിവെക്കാം. ചർച്ച ക്ലോസ് ചെയ്യുന്നില്ല, മാറ്റിവെക്കാം നാളത്തേക്ക്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു സർ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. സന്തോഷം പ്രഭു. എല്ലാവരുടെയും വിലയേറിയ സമയം ഈ സത്സംഗത്തിലേക്കായി ഉപയോഗപ്പെടുത്തുന്നതിന് എല്ലാവരോടും നന്ദി പറയുന്നു. എന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടായാലും ദയവായിട്ട് തന്നെ എന്നോട് ക്ഷമിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. എല്ലാവരും നമുക്ക് ഒരുമിച്ച് ഭക്തി ചെയ്ത് കൃഷ്ണനെ പ്രീതിപ്പെടുത്താം. ഗുരുവിന്റെ കൃപയാണ്. ഹരേ കൃഷ്ണ പ്രഭു. Hare Krishna. Thank you so Hare much. Krishna. I came the first time in the group. Thanks a lot. Have Mataji, a nice. thank you so much, Mataji, for your kind words. Okay, okay. Actually, basically morning hours, I won't get the time, or I just started coming today only. So it was a very good, great class, and it was very nice. Actually, I come to Bangalore and all, even Mathura also. Okay. But now this is the first time I am coming to Kerala attending a program. And very nice, what you are told, അതിനോട് എനിക്ക് ഒരു ചെറിയൊരു പോയിന്റ് ആഡ് ഓൺ ഉള്ളത് എന്താന്ന് വെച്ചാൽ, നമ്മൾ പറയാറുണ്ട്, എനിക്ക് അറിയത്തില്ല, എന്റെ അച്ഛനൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള, നമ്മളുടെ കർമ്മഫലങ്ങൾ കൊണ്ടാവും വീണ്ടും 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 അതേ പാറ്റേൺ ഓഫ് സംതിങ് കമ്മിങ് ഇൻ അവർ ലൈഫ്. So instead of that, we have to say that thank you so much, I am learning, I am expecting, I am getting more knowledge, and I know that there is something of problem with me. So instead of you are getting annoyed to another person, you have to say thanks and say that, oh, you are making me to learn more. Yes, Because of this that's the problem I right am way. learning. So that they are giving you deep experience in that. So we are learning. That person became a learner. We are more and more getting knowledge. എനിക്ക് എന്തോ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഈ പ്രോബ്ലം വരുന്നത്. സോ ഞാൻ അതിനെ മാറ്റി വേറെ ഒന്നിലേക്ക് കൊണ്ടുവരണം. അപ്പൊ എനിക്കൊരു ഇങ്ങനെ ഒരു അനുഭവം വന്നതുകൊണ്ട് എന്റെ തെറ്റുകൾ എനിക്ക് മനസ്സിലായി. ഞാൻ അതിൽ നിന്നൊന്നും മാറിക്കഴിഞ്ഞാൽ, അപ്പൊ ആ മനുഷ്യരുടെ സത്യത്തിൽ നമ്മൾ താങ്ക്സ് പറഞ്ഞ് ഒരു ഫോർഗീവ്നെസ് പറഞ്ഞു കഴിയുമ്പോൾ ചേഞ്ചസ് ഉണ്ടാവും. Forgiveness is the best way. Yes. Thank you so much. നമ്മൾ അതിനെ മറന്നേക്കുക, കഴിഞ്ഞു. അവർക്ക് നന്ദി പറയുന്നു, അതങ്ങനെ വിട്ടേക്കുക. അവരോട് വേറെ ഒരു ശത്രുതയോ ഒരു എനിമിയോ ഒരു ജലസോ ഒന്നും വെക്കരുത്. താങ്ക് യു, ദാറ്റ്സ് ഓൾ. കൃഷ്ണ പദം പ്രഭു. Have a great day. ചൈതന്യ ചരിതാമൃത ക്ലാസിനെ കുറിച്ചും കൂടെ മനസ്സിലാക്കണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭുസ് ആൻഡ് മാതാജീസ്, ഇന്ന് വൈകിട്ട് 5 മണിക്ക് ഇതേ സൂം ലിങ്കില് ചൈതന്യ ചരിതാമൃതം ആദിചന്ദ്ര പ്രഭുവിന്റെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. പറ്റുന്ന ഡിവോട്ടീസ് ദയവായി ജോയിൻ ചെയ്യണം. ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ ഇതിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡി എന്നാ പറയുന്നത്. ഭക്തിയിൽ കുറച്ചുകൂടി നമ്മളെ ഉയർത്തിക്കൊണ്ടുവരാൻ മഹാപ്രഭുവിന്റെ ലീലകളും മഹാപ്രഭുവിന്റെ കഥകളും നമ്മളെ ഒരുപാട് സഹായിക്കും. മഹാപ്രഭുവിന്റെ കാരുണ്യം എന്താണ്, കലിയുഗത്തിൽ അദ്ദേഹം എങ്ങനെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ള എല്ലാം മഹാപ്രഭുവിന്റെ ലീലകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ദയവായി എല്ലാ ഡിവോട്ടീസും ചൈതന്യ ചരിതാമൃതം വൈകിട്ട് 5 മുതൽ 5:45 വരെയാണ്. ഇതേ സൂം ലിങ്ക് അതിനകത്തുണ്ട് ഗ്രൂപ്പുകളിലെല്ലാം. പറ്റുന്നവർ ദയവായിട്ട് ജോയിൻ ചെയ്ത് ആ ഒരു അമൃതവും നുകരുവാൻ തയ്യാറാവണമെന്ന് എല്ലാവരോടും വിനീതമായി താഴ്മയോടെ അപേക്ഷിക്കുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. Hare Krishna. ഞായർ Thank ഒഴിച്ച് you. ബാക്കി എല്ലാ ദിവസവും ഉണ്ട്. ഞായർ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും പ്ലീസ്. താങ്ക് യു. ഹരേ കൃഷ്ണ. വേറെ കമന്റ്സ് ഒന്നും ഇല്ലെങ്കിൽ ക്ലോസ്. ഹരേ കൃഷ്ണ. ദർശൻ ഇല്ലേ പ്രഭു? മാതാജി, ഇന്ന് ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണ്. നമ്മളിന്ന് ദർശൻ ആരെങ്കിലും ഡിവോട്ടീസ് ടെമ്പിൾ ഭാഗത്തുണ്ടെങ്കിൽ ദയവായി കാണിക്കാം. ആരെങ്കിലും ഉണ്ടോ പ്രഭു ആ ഭാഗത്ത്? ടെമ്പിളിൽ ആരും ഉള്ളതായിട്ട് കാണുന്നില്ല. ലൈനിലുണ്ടോ പ്രഭു? രജിസ്ട്രേഷൻ പ്രഭു ലൈനിലുണ്ടോ? ഹരേ കൃഷ്ണ. ബാബു പ്രഭു, ബാബുരാജ് രജിസ്ട്രേഷൻ പ്രഭു കാണുന്നില്ല ഉണ്ടെങ്കിൽ ഒന്ന് പ്രഭു. കാണിക്കും. ഇല്ല, ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. അദ്ദേഹം ഉള്ളതായിട്ട് കാണുന്നില്ല. മാതാജി ദയവായി സർവീസിലായിരിക്കും. ഓക്കെ പ്രഭു, നോ പ്രോബ്ലം, നോ പ്രോബ്ലം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് ഫോർ എവരിബഡി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.